മൈസൂർ സിറ്റി, കർണാടകയുടെ ട്രഡീഷണൽ സിറ്റി എന്ന് വിളിക്കാവുന്ന മൈസൂരിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എജു ജേണി വിത്ത് ജേണക്സ് മൈസൂരിലേക്ക് എത്തുകയാണ്. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവരും ടൂർ വരുന്ന ഒരു സ്ഥലമാണ്. അതേ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അതേപോലെ തന്നെ ഒരു ട്രഡീഷണൽ സിറ്റി എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പാലസും, അതേപോലെ തന്നെ ആ ഒരു രാജകീയ പ്രൗഢികൾ ഇപ്പോഴും നിലനിൽക്കുന്ന തരത്തിലെ കുതിര സവാരികളും പിന്നെ അങ്ങാടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സിറ്റിയാണ് ഈ മൈസൂർ സിറ്റി. 35 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഈ ഒരു മൈസൂർ സിറ്റി ഒരു ട്രഡീഷണൽ സിറ്റി മാത്രമല്ല, ഒരു എഡ്യൂക്കേഷണൽ സിറ്റിയും കൂടെയാണ്. 25ലധികം ക്യാമ്പസുകളാണ് ഈ ഒരു മൈസൂരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് മൈസൂർ എപ്പോഴും ഒരു പ്രിയപ്പെട്ടതാണ്. കാര്യം തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കയറി വരുന്ന പോലെയാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നുള്ളവർ മൈസൂരിലേക്ക് ഒരു ചുരം കയറി എത്തുന്നത്. മൈസൂരിനൊരു കഥയുണ്ട്. അതായത് പണ്ട് മൈസൂർ രാജാവിന് ഒരു ഡെസേർട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് തുടങ്ങിയതാണ് ഈ മൈസൂർ പാക്ക്. മൈസൂരിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ നിലവിലുണ്ടെന്ന് തന്നെ പറയണം. അതും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, ബെന്നി മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചായക്കടയും ഒരു ചായയും തലശ്ശേരി കഫേയും അതേപോലെ തന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും ഒക്കെയാണ്. വരുന്ന ഓരോ ദിവസവും നമ്മുടെ ക്യാമ്പസ് ടൂർ ഓരോ കോളേജിലൂടെയും പോവുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും.